ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇഷിതയുടെ കൂടെ വണ്ടിയിൽ കയറിയ മഹേഷ് ഒച്ചത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേടോ അങ്ങനെ ചെയ്യോ, അയ്യോ തന്നോടൊക്കെ ഞാൻ എത്ര പറയണം, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോഴേക്കും ഇഷിത ഏത് സമയത്താണോ എന്തോ ഇയാളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞിട്ട് തല ഇങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, താനെൻ്റെ വെറും താഴെ ഉദ്യോഗസ്ഥൻ മാത്രമാണ്, അത് താൻ മനസ്സിലാക്കണം. കറക്റ്റ് സമയത്ത് തനിക്ക് വന്നൂടെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുക കേട്ടോ. തലവേദനിക്കുന്നേ എന്ന് പറയുമ്പോഴേക്കും അതെ മിസ്റ്റർ കുറച്ച് പതുക്കെ സംസാരിക്കണം എന്ന് ഇഷിത പറയുമ്പോൾ അതൊന്നും മഹേഷ് കേൾക്കുന്നില്ല കേട്ടോ. എടോ എന്താണ്, അങ്ങനെ തന്നെ, ഓടോ അങ്ങനെ ചെയ്യടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചുണ്ടാക്കുവാണ്. ഞാൻ പറയണതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്തൊരു സംസാരം അത്, ഇയാൾ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഇഷിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ. ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് റേഡിയോ ഓൺ ആക്കുവാണ്. പാട്ടിൻ്റെ സൗണ്ട് ഒച്ചത്തി വെക്കുവാണ്. ആ സമയത്ത് മഹേഷ് കൈകൊണ്ട് ഇങ്ങനെ സൗണ്ട് കുറക്കുന്നിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഇഷിത അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇഷിത സൗണ്ട് കൂട്ടി വെക്കുക കേട്ടോ. അതിനുശേഷം സൗണ്ട് കുറയ്ക്കുമെന്ന് പറയുമ്പോഴേക്കും അതെ വണ്ടിയിൽ മറ്റുള്ളവർക്കും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ഫോൺ കട്ട് ചെയ്യാണ്. അതെ ഇതെന്ത് വണ്ടി ഓടിക്കലായി ഓടിക്കണത്, സൈക്കിൾ വരെ ഓവർടേക്ക് ചെയ്ത് പോകാൻ തുടങ്ങി എന്ന് പറയുമ്പോഴേക്കും എങ്കിലേ എന്ന് പറഞ്ഞിട്ട് ഇഷിത വണ്ടി നിർത്തുവാണ്. നിങ്ങളെ ആ സൈക്കിളിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് പോയിക്കോ. ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വണ്ടി എടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ വിവേക് വിളിക്കുന്നുണ്ട്. ഹലോ, എന്താ വിവേകേ, ഞാൻ എത്താനായി എന്ന് പറയുകയാണ്. വണ്ടിയോ, ഒരു വണ്ടി കിട്ടി, ഓടിക്കണതോ, ഒരു ഡ്രൈവർ. അപ്പോഴേക്കും നമ്മുടെ ഇഷിത മുഖത്തേക്ക് നോക്കുമ്പോൾ ഡ്രൈവറല്ല, ഡ്രൈവറിൻ്റെ ഫ്രണ്ട്. അപ്പോഴേക്കും ഇഷിത വീണ്ടും നോക്കുമ്പോഴേക്കും അല്ല, എൻ്റെ ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് എന്നിങ്ങനെ പറയുവാണ്. എന്നാൽ ഇഷിത ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒന്നുമല്ല, എൻ്റെ അയൽക്കാരി ഒരു ദരിദ്രവാസിയാണെന്നൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ ഞാൻ മഹേഷിനെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ പോകുക കേട്ടോ. അങ്ങനെ കറക്റ്റ് സമയത്തിന് മഹേഷ് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ഓഫീസിലേക്ക് എത്തിയ മഹേഷ് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇറങ്ങുക കേട്ടോ. നിങ്ങളുടെ ഓഫീസ് എത്തി എന്ന് ഇഷിത പറയുമ്പോൾ തന്നെ മഹേഷ് ഇറങ്ങി കഴിഞ്ഞായിരുന്നു. എന്തൊരു മനുഷ്യനായത്, ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല, അങ്ങോട്ട് പോവുക എന്നൊക്കെ ഇഷിത ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇഷിതൻ്റെ ഹോൺ അടിക്കുകയാണ്. ആ സമയത്ത് മഹേഷ് തിരിയുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ഞാൻ നാളെ ചിപ്പിനെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ മഹേഷിൻ്റെ ഫോണിലേക്ക് കോൾ വരുവാണ് വിവേകിൻ്റെ. ഹലോ, ഞാൻ എത്തി പാട്ട വണ്ടിയാണെങ്കിലും കറക്റ്റ് സമയത്ത് എത്തി ഞാൻ, എത്തി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്ത് പറയുന്നുണ്ട്. അതെ നീ എപ്പോഴും എന്നെ കാണുമ്പോൾ പിള്ളേരെ എങ്ങനെ വളർത്തണമെന്നുണ്ട് ക്ലാസ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ അത് ഇല്ലല്ലോ എന്ന് വെച്ചാൽ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ അടുത്ത ഓഫർ നീ ഒന്നും ചെയ്തു തരണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് വീണ്ടും പോകുക കേട്ടോ. ആ സമയത്ത് ഇഷിത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൈ കൊട്ടിങ്ങനെ വിളിക്കുവാണ്. ഹലോ എന്ന് പറയുമ്പോഴേക്കും ഇനി എന്താ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതെ വണ്ടിയിൽ കയറി ഇത്രയും ദൂരം ഞാൻ സുഖമായിട്ട് കൊണ്ടുവന്നില്ലേ, 500 രൂപ കൂടെ തരണം വണ്ടി ചാർജ് എന്ന് പറയുകയാണ്. ഇവളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് മഹേഷ് പോക്കറ്റിൽ നിന്ന് 500 എടുത്തിട്ട് ഇഷിതക്ക് കൊടുക്കുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട് വളരെ നന്ദി, ഞാൻ ഈ പൈസ അമ്പലത്തിൽ വല്ല കാണിക്കായിട്ട് ഇടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത വണ്ടി എടുക്കണം. എന്ന് പറഞ്ഞിട്ട് മഹേഷും അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ഇഷിതയ്ക്ക് ചിരി വരുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ മനസ്വിനെയാണ്. മനസ്വിനെയും മാധവും അതുപോലെ തന്നെ ദയയും അതുപോലെ തന്നെ അഷിതയും കൂടിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മനസ്സിന് ചോദിക്കേണ്ടത് ദയമോളെ നിനക്ക് വല്ല നാളിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദയ പറയണ്ടേ ഏത് നാളിനോട് താല്പര്യം ഉണ്ടെങ്കിലും ജോത്സ്യം പറഞ്ഞ നാളല്ലേ അമ്മ എടുക്കുകയുള്ളൂ, അതത്രയേ ഉള്ളൂ എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിന് പറയാണ്. ആ സമയത്ത് നമ്മുടെ അഷിത പറയുന്നുണ്ട്. അതെ പെണ്ണാണെങ്കിൽ മകമാവണത് നല്ലത്, ആണാണെങ്കിൽ അതെ നിൻ്റെ അഭിപ്രായം ഒന്നും ആരും ചോദിക്കണ്ട, അല്ല നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഇതൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അഷിത ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് ചെറുതായിട്ട് നമ്മുടെ ദയക്ക് പെയിൻ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ അഷിത ചോദിക്കേണ്ടത് എന്താ ദയ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, അത് എനിക്ക് വയറിൻ്റെ ഈ ഭാഗം ഒരു ചെറിയ വേദന പോലെ എന്നിങ്ങനെ പറയാണ്. അയ്യോ മാധവേ ദയക്ക് വേദനയുണ്ട് എന്ന് പറയാണ്. ചെറിയ വേദന അല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സുവിന് പറയാണ്. ആ സമയത്ത് മാധവ് പറയുന്നുണ്ട്. എല്ലാമേ ദയക്ക് വേദന തുടങ്ങിയെന്ന് തോന്നുന്നു, അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട, നീ വേഗം ജോൽസിൻ്റെ അടുത്തേക്ക് വിട് എന്ന് പറയാണ്. പക്ഷേ ദയക്ക് വേദന കൂടി വരും കേട്ടോ. അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത നമ്മുടെ ഹോസ്പിറ്റലിൽ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യണത്. മന്ത്രിൻ്റെ വീട്ടിൽ ഇതെല്ലാവരും നിൽക്കുവാണ്. അപ്പോൾ മന്ത്രി എത്തുന്നുണ്ട്. മന്ത്രി എത്തുമ്പോഴേക്കും എല്ലാവരും കൈയൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാവരെയും സ്വീകരിക്കണമൊക്കെ ഉണ്ട് മന്ത്രീനെ. അതിനുശേഷം അകത്തേക്ക് വിളിക്കുമ്പോൾ മന്ത്രി എല്ലാവരും മുമ്പിൽ പ്രസംഗിക്കുവാണ്. അതെ ഈ ഹോസ്പിറ്റൽ ട്രസ്റ്റിനെ കൈമാറിയതിൽ എനിക്ക് വല്ലാതെ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യയും പ്രവീണ ട്രസ്റ്റ് മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ മക്കളും ഡോക്ടർ തന്നെയാണ്. അത് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് പ്രവീണ ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലായിട്ട് കൈ ചേരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി എന്ന് പറയുന്നുണ്ട്. പിന്നെ MD ആണ് സംസാരിക്കുന്നത്. പിന്നെ നിഷിത സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ഒരു സഹപ്രവർത്തകയായിട്ടൊക്കെ എന്നെ കണ്ടാൽ മതി, CMO ആയിട്ടൊന്നും ആരും കാണണ്ട, നിങ്ങളുടെ എപ്പോഴും പഴയ ഒരു ഇഷിത ഡോക്ടർ തന്നെയായിരിക്കും ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് വേണ്ടി സ്പെഷ്യൽ റൂമൊക്കെ ഉണ്ട് കേട്ടോ, CMO ആയതുകൊണ്ട്. അപ്പോൾ ഇഷിത ആ റൂമിലേക്ക് കയറ്റുവാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇഷിതയും ആ റൂമിൽ കയറി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ
ദയേനെ തന്നെയാണ്. ദയാണെങ്കിൽ പ്രസവവേദന കൊണ്ട് ഭയങ്കര ഒച്ചത്തിൽ നിലവിളിക്കും കേട്ടോ. അയ്യോ എനിക്ക് ഒട്ടും വയ്യ ഒട്ടും വയ്യ എന്ന് പറയാണ്. അപ്പോൾ അഷിത പറയുന്നുണ്ട് മാധവേ അടുത്ത ഏതാ ഹോസ്പിറ്റലുള്ളത് നോക്ക്, ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വണ്ടി വിട് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മാധവ് അടുത്ത ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലാണ് ഉള്ളത്, ഇവിടുന്ന് 200 കിലോമീറ്റർ ഉള്ളൂ, ആ എങ്കിൽ അങ്ങോട്ടേക്ക് വിട് എന്ന് അഷിത പറയുമ്പോൾ മനസ്വിനി പറയുന്നുണ്ട് ഏത് സിറ്റി ഹോസ്പിറ്റലോ, അവിടെയൊന്നും പോകണ്ട, അവിടെയല്ലേ അവൾ വർക്കണം. ഇഷിത അമ്മേ ഈ സമയത്ത് വാശിയും വൈരകൊക്കെ വിട്, ദേ ഒട്ടും വയ്യ കേട്ടോ എന്ന് പറയുമ്പോൾ വേണ്ട ആ ഹോസ്പിറ്റൽ വിടാൻ, നമ്മൾ പോണ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എന്ന് മനസ്സിന് പറയുമ്പോഴേക്കും മാധവ് പറഞ്ഞിട്ട് അമ്മ ആ ഹോസ്പിറ്റലിന് 12 കിലോമീറ്റർ ഉണ്ട്, ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എപ്പോൾ എത്താനാണ് അമ്മേ എന്ന് പറയുമ്പോഴേക്കും അവിടെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. ആ സമയത്ത് മാധവ് വീണ്ടും വണ്ടി എടുത്തിട്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വണ്ടി വളക്കുക കേട്ടോ. എടാ നീ എങ്ങോട്ടേക്കാടേ പോണത് എന്ന് മനസ്സിന് ചോദിക്കുമ്പോഴേക്കും മാധവ് പറയുന്നുണ്ട് അമ്മക്ക് എന്താ ദയ മരിക്കണത് കാണണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മ മിണ്ടാതിരിക്കുക, അടുത്തുള്ള ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലാണ്, മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്ന് പറഞ്ഞിട്ട് മാധവ് വേഗം സിറ്റി ഹോസ്പിറ്റലിനുള്ളിലേക്ക് കിടത്തുവാണ്. അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ദയേനെ കൊണ്ടുവരും കേട്ടോ. അതേസമയം നമ്മുടെ ഇഷിതയാണെങ്കിൽ അവിടെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് വരുവാട്ടോ, ഇഷിതയുടെ റൂമിലേക്ക് വരുവാണ്. ആ സർ വരണം സർ എന്ന് ഇഷിത പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രി ഇഷിതയുടെ അടുത്തേക്ക് ഇരിക്കുവാണ്. ശേഷം പറയുന്നുണ്ട് ഇഷിത ഡോക്ടർക്ക് പറ്റിയ പോസ്റ്റ് തന്നെയാണ് CMO, എന്തായാലും ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ഈ ഹോസ്പിറ്റൽ എടുത്ത കാര്യം ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. പിന്നെ പ്രവീണ ഹോസ്പിറ്റലിലെ കാര്യം നിങ്ങൾക്കറിയാലോ, എന്ത് വേണമെങ്കിലും പ്രവീണ ഹോസ്പിറ്റലായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അവിടുത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളും ചെയ്ത് കൊടുക്കണം. അതിനെന്താ സർ, ഹോസ്പിറ്റലുകൾ തമ്മിൽ അങ്ങനെ ഒരു പിടിപാടുണ്ടാവണം നല്ലതല്ലേ. ആ പിന്നെ ഡോക്ടർക്ക് ആ ശോഭിയായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ബന്ധമില്ല സർ, ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള ബന്ധം മാത്രം, അത്ര ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ അതെ ആ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അത് മാത്രമാണെങ്കിൽ നല്ലത്, ഇനി ശോഭയുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ സ്വഭാവം പെട്ടെന്ന് മാറും കേട്ടോ. അത് കാണുമ്പോൾ ഇഷിത ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം മന്ത്രി പറയുന്നുണ്ട് ഞാനായിട്ട് ഒത്തുപോയാൽ ഇഷിത ഡോക്ടർക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഇഷിത ഡോക്ടർ കരയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മന്ത്രി അവിടെ നിന്ന് പോകുവാണ്. ആ സമയത്താണ് ഇഷിത ആലോചിക്കണം ശോഭി പറഞ്ഞു ആ ഒരു പെൺകുട്ടി മരിക്കാൻ കാരണം ശരിക്കും ആരോഗ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ കാര്യം, ശോഭി പറഞ്ഞ കാര്യം ഇഷിത ആലോചിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ദയേനെ കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിക്ക് കയറ്റുവാണ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. മനസ്സിനിക്ക് അപ്പോഴും ജോൽസിനെ കാണാൻ പറ്റത്തിൻ്റെ വിഷമമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷിതയുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. ആ ചേച്ചി എന്താ ഇവിടേക്ക് അവളെ കൊണ്ടുവന്നിട്ടുണ്ട് ദയേനെ. പെട്ടെന്നൊരു പെയിൻ പോലെ ഞങ്ങൾ ജോൽസിൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഈ ദയേനെ കാണിക്കണ ഈ ഹോസ്പിറ്റലല്ലല്ലോ, എല്ലാം മോളെ പെട്ടെന്നൊരു വേദന, നീ ഒന്ന് പെട്ടെന്ന് നോക്കാവോ, ഞാനൊരു കാര്യം ചെയ്യാം ഗൈനീനെ അങ്ങോട്ടേക്ക് വിടാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കുകയാണ്. ഡോക്ടർ ഒരു പേഷ്യൻറ്റ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ട്, ഡെലിവറി പെയിൻ ആണെന്ന് തോന്നുന്നു, ഒന്ന് പെട്ടെന്ന് നോക്കാവോ. ഓക്കെ ഇഷിത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് പോവാണ്. ആ സമയത്ത് ഇഷിത ചോദിക്കണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി മനസ്സുനി സമ്മതിച്ചായിരുന്നു? സമ്മതിച്ചൊന്നുമില്ല, പിന്നെ മാധവ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ, അത്രയ്ക്കും അവൾക്ക് പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് അത് ഡെലിവറി പെയിൻ ആവാനാണ് ചേച്ചി ചാൻസ് എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.